ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളും പോയി ആനയടി പൂരം കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരു ഇച്ചിരി ലേറ്റായിട്ടാണ് പോയത്, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ പുതുപ്പള്ളി കേശവൻ എന്ന് പറഞ്ഞ ആനയൊക്കെ കണ്ടത്തിലോട്ട് പോകുന്ന ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അതെല്ലാം കണ്ട് അപ്പം പിന്നെ നമ്മുടെ അമ്പാടിക്കണ്ണനെയൊക്കെ കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് പിന്നെ അവരതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് കേട്ടോ. പിന്നെ അന്നപ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പ ഒന്ന് കരഞ്ഞായിരുന്നു. പിന്നെ അയാൾക്കൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് അയാളെ സമാധാനപ്പെടുത്തിയത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കണ്ടത്തിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാളെ കാണാനായിട്ട് വന്ന് അങ്ങനെ പിന്നെ കാളയുടെ അടുത്ത് വന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ കാളയുടെ ചട്ടത്തിലൊക്കെ കയറ്റി ഇരുത്തി അങ്ങനെ കുറച്ച് നേരം അവരെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ കണ്ടെത്തിയ ആനകളൊക്കെ തിരിച്ച് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആനയൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മളും അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു ഉത്സവത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്ക് കുറയുന്നത് നോക്കിയാൽ വൈകിട്ട് വരാമെന്ന് വെച്ച്, എന്നിട്ട് അവിടെ തിരക്ക് കുറയാനാണ്, നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ആനയൊക്കെ വന്ന് പിന്നെ ചില ആനകളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇങ്ങനെ തൊഴിച്ചിട്ട് ആ തലയിൽ വെച്ച തിടമ്പൊക്കെ അവിടെ വെച്ചൊക്കെ ഊരി മാറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ബോംബെ പൂടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണേ. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നാണെങ്കിൽ നമ്മുടെ അമ്പാടിക്കണ്ണൻ പറഞ്ഞതില്ലേ കത്തുന്ന ആ ബലൂൺ വേണമെന്ന്. പിന്നെ 2 പേർക്കും അത് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ 2 പേരും അതും കൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് നടന്ന്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പിന്നെ അവിടെ എല്ലാം കണ്ട് കേട്ടൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു കേട്ടോ. അപ്പോൾ വരാൻ നേരത്താണെങ്കിൽ ഞങ്ങളെ ചെന്നവർ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അതുകൂടാതെ നമ്മൾ ചൈനീസ് ഫുഡും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.